ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയും അതേപോലെ തന്നെ ഡേവിഡും കൂടി ഈ ഡീല് ഉറപ്പിക്കുന്ന സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞങ്ങളുടെ സ്വർണം നല്ല ക്വാളിറ്റിയുള്ള സ്വർണ്ണമാണെന്നും നല്ല ഡിസൈനുകളാണെന്നും അങ്ങനെ തൻ്റെ കമ്പനിയെക്കുറിച്ചുള്ള കുറേ പുകഴ്ത്തൽ അവിടെ അബിയൊക്കെ അവിടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഡേവിഡ് പറയുകയാണ്, ഏതായാലും മോത്തീസ് കമ്പനിയിലെ MD ഈ ഡീലിന് പങ്കെടുക്കില്ലെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ സർ, നമുക്ക് ഈ ഡീൽ അങ്ങോട്ട് ഉറപ്പിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും ഡീൽ ഉറപ്പിക്കാലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാസ് എൻട്രിയായിട്ട് നമ്മുടെ അനിയ വന്ന് പറയുന്നത് ഡീൽ ഉറപ്പിക്കാനായിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അബി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവൻ വരില്ലെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് എന്തിനാണ് ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഡേവിഡും ഇവനെ കണ്ടപ്പോൾ അങ്ങനെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ഈ അനി നേരെ ഇവരെല്ലാവരും മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സാർ, ഡീൽ ഉറപ്പിക്കാൻ തന്നെയാണ് ഞാനും വന്നത്. ഞങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സ്വർണവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, നല്ല ഡിസൈനുകളും. അങ്ങനെ ഈ അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുകയാണ്, ഏതായാലും ഞങ്ങൾ ഡീൽ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഇവർ വിചാരിക്കുകയാണ് ഇവർക്ക് തന്നെ ഈ ഡീല് കിട്ടുമെന്ന്. പക്ഷേ എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതെ, ഞങ്ങൾ ഈ ഡീല് മൂർത്തീസ് കമ്പനിക്ക് തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഡേവിഡും അബിയും ഞെട്ടിപ്പോവുക. ആരെയാണെങ്കിൽ സന്തോഷത്താൽ മതി മറന്നൊരവസ്ഥയും. അപ്പോൾ ഡേവിഡ് ചോദിക്കണം, എന്താ സാർ പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം? ഓഹോ, അപ്പോൾ നിങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമാണല്ലേ? ഒരിക്കലുമില്ല ഡേവിഡ് സാർ, ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമേ അല്ല. കാരണം നമുക്ക് പല കാര്യങ്ങൾ ഇതേപോലെയൊക്കെ പറയാം, പക്ഷേ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതും ഇതെല്ലാം നല്ല പ്യൂർ സ്വർണ്ണമാണെന്നൊക്കെ പറയുന്നതും അങ്ങ് വിദേശത്ത് നിന്നാണ്. അവരാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്, ഈ ഡീല് കൊടുക്കേണ്ടത് മൂർത്തീസ് കമ്പനിക്കാണെന്ന്. പക്ഷെ അബിയുടെ ഇടയ്ക്കുള്ള ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവരെന്തിനാണ് ഇടയ്ക്ക് സംസാരിക്കുന്നത്? നിങ്ങളല്ലേ കമ്പനിയുടെ MD, അപ്പം നിങ്ങളല്ലേ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സർ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ മാനേജറാണ്, അപ്പോൾ ഇദ്ദേഹത്തിന് പറയാനുള്ള റൂൾസ് ഉണ്ടല്ലോ. ഇതൊക്കെ ഇടയ്പ്പോഴേക്കും ഒരിക്കലും ഇല്ല. MD ഇരിക്കുമ്പോൾ ഇയാൾ കിടന്ന് ചുമ്മാ അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിസ്സാരമായിട്ട് കണക്ക് കൂട്ടി ഇവർ അപമാനിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിരി സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഏതായാലും ഡീല് മൂർത്തീസ് കമ്പനിക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ ഈ ഡേവിഡും അതേപോലെ തന്നെ അബിയും കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എൻ്റെ സാറേ, ഇതെങ്ങനെ ഇതൊക്കെ സംഭവിച്ച്? ഇവൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്നല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം സാറ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമായിരിക്കുള്ളൂ, നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാ, ഇവൻ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അപ്പം നമ്മുടെ അനി അങ്ങോട്ട് വരിക. അപ്പം അനി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇപ്പോൾ മൂർത്തീസ് കമ്പനിക്ക് തന്നെ ഈ ഡീല് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെയൊക്കെ കിളി പാറിപ്പോയല്ലേ? അല്ല, നീ വരില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ. കാരണം അന്നും ഇതേപോലെ നീ എൻ്റെ ചേട്ടന് ജ്യൂസിൽ മയക്കമരുന്ന് കൊടുത്ത് കിടത്തിയതുപോലെ എന്നെയും കിടത്താന്ന് നീ വിചാരിച്ചല്ലേ? പക്ഷേ മോനെ, അത് നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മീറ്റിങ്ങിന് വരില്ല എന്ന് നിന്നോടും നിൻ്റെ അമ്മയോടൊക്കെ മുന്നിൽ വെച്ച് പറഞ്ഞത് എന്നൊക്കെ അനി നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. അങ്ങനെയും കൊടുത്തുകൊണ്ട് അനി അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും സാറേ, നമ്മളാകെ പണി പറ്റിപ്പോരവസ്ഥയല്ല. അപ്പോഴേക്കും ഈ അഭിയാണെങ്കിൽ അല്ലെങ്കിലും നിങ്ങളെ ഞാനതിന് സാറേന്ന് വിളിക്കുന്നത്, എൻ്റെ അച്ഛനല്ലേ ഓണർ, അപ്പം പിന്നെ നിങ്ങളെ ഞാൻ സാറേന്ന് വിളിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡേവിഡ് പറയണേ, അതിൻ്റെ മോനോട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ സാറേന്ന് വിളിക്കണമെന്ന്. അപ്പോൾ ഇനി മുതൽ ഞാൻ നിങ്ങളെ അങ്കിളേന്ന് വിളിക്കുള്ളൂ കേട്ടോ. അങ്കിളേന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോൻ എന്നെ അങ്കിളേന്ന് വിളിച്ചു കഴിഞ്ഞാൽ സംശയം തോന്നും. പിന്നെ മോൻ്റെ ഭാര്യ നവ്യക്ക് സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പണി പാളോന്ന് നന്നായിട്ട് തന്നെ അറിയാലോ. അത് ശരിയാ, അത് പറഞ്ഞത് സത്യം തന്നെയാ. അതുകൊണ്ട് ഞാൻ സാറേന്നൊന്ന് വിളിക്കാം. പക്ഷേ ഈ എൻ്റെ അച്ഛൻ്റെ ശമ്പളം മേടിക്കുന്ന നിങ്ങളെ സാറേന്ന് വിളിക്കുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അബിയുടെ തനിക്കോണം ഈ ഡേവിഡിന് മനസ്സിലാകുകയാണ്. കാരണം ഇവൻ ഒരു വക്രബുദ്ധിക്കാരനാണെന്നും ഇവന് യാതൊരു കാരണവശാൽ ഉരുപ്പെടില്ല എന്നും ഒക്കെ ഈ
ഡേവിഡിന് മനസ്സിലാകുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നാഗേന്ദ്രനെയാണ്. അപ്പം നാഗേന്ദ്രൻ ഇങ്ങനെ ടാബ് നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഭ്രാന്ത് പിടിക്കണം. കാരണം ഈ എ.എൻ. ജ്വല്ലറിയിലെ ആ ഒരു പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞ് ഇടിഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ദേഷ്യം വരികയാണ് ഈ നാഗേന്ദ്രന്. അപ്പോഴേക്കും അവന്തിക വരിക. അപ്പോൾ അവന്തിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചാച്ചനോട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മോളെ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എ.എൻ. ജ്വല്ലറിയിലെ എല്ലാ ഇതും ഇങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ഡേവിഡ് വിളിക്കുക. അതേ ഡേവിഡിലാണ് അയാളാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുക. എന്തായുടെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡീല് കിട്ടിയില്ല എന്നും പറയണം. അനന്തമൂർത്തിക്ക് തന്നെ ഡീല് പോയെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാം പോയെന്നോ? എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഡീറ്റെയിൽസ് മുഴുവനോടെ ഡേവിഡ് പറയുകയും ചെയ്യാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ കിളി പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫോൺ വെക്കണം. അയ്യോ അച്ഛാ, എന്താ അച്ഛാ സംഭവിച്ചത് എന്ന് അവന്തിക ചോദിക്കണം. മോളെ എല്ലാം പോയി മോളെ, നമ്മൾ മൊത്തം ഇടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ദേ മൂർത്തീസ് കമ്പനി ഒന്നൊന്നായി പടിയായി കയറിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ അനി ഡീൽ ഉറപ്പിച്ചെന്നും അനിയിപ്പോൾ ഉയരങ്ങളിലേക്ക് പോവുകയാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നിനക്കെന്താ സന്തോഷമാണോ? അത് പിന്നെ അങ്ങനെ സന്തോഷിക്കാതിരിക്കാനായിട്ട് കഴിയുമോ അച്ഛാ? ഓ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കാണല്ലേ? അതെ അച്ഛാ, അതിൻ്റെതായ ഒരു സന്തോഷം എനിക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സന്തോഷിച്ചത്. പക്ഷെ സന്തോഷിക്കാൻ വരട്ടെ, അങ്ങനെ സന്തോഷിക്കണ്ട. അനിയും നീയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡീല് ഉറപ്പിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനു മുമ്പാണ് ഡീല് അനി ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി അവൻ്റെ മനസ്സ് മാറില്ലെന്ന് ആര് കണ്ടു? ഇനി നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ എന്നാലും എൻ്റെ മൂത്ത മകനില്ലേ, അവനൊരു ഭാഗ്യം കെട്ടവനാ. അവനൊന്നിനും കൊള്ളൂല, ഒരു കഴിവില്ലാത്തവൻ. ആദ്യമായിട്ടാണ് ഒരു ഡീലിന് പോയത്. ആ ഡീലിലും തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു. ഇതൊക്കെയല്ലേ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്ക് ഭയങ്കര ടെൻഷൻ തോന്നിക്കണം. ഇനി അനിയുമായിട്ടുള്ള കല്യാണം നടക്കൂലേ എന്ന് ചിന്തിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പം നയനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്തായെന്നൊരു വിളിയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ വരുന്നു അനിയും ആദർശും കൂടി കാറിലിറങ്ങുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ നയനെ, നമ്മുടെ അനിയൻ തന്നെ ഡീൽ ഉറപ്പിച്ചു, ലാളിതനായിട്ടാണ് തിരിച്ച് വന്നിരിക്കുന്നത് എന്ന് അനിയെ പുകഴ്ത്തി പിടിച്ച് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സന്തോഷമായി. അനി ഒരുപാട് സന്തോഷമായി. ഇതിനെല്ലാത്തിനും പിന്നിൽ ഏട്ടത്തെയും ആദർശേട്ടനും തന്നെയല്ലേ, അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ല. പിന്നെ ആദർശേട്ടൻ എൻ്റെ പിന്നിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ടായിരുന്നു എനിക്ക് അത്രയും ധൈര്യം അവിടെ ചെന്ന് ഡീൽ ഉറപ്പിക്കാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അത് ആദർശേട്ടന് തന്നെയാണ്. ഒന്ന് പോടാ, എല്ലാ ക്രെഡിറ്റൊന്നും എനിക്കൊന്നും എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പം മൂർത്തീസ് കമ്പനിയുടെ MD നീയല്ലേ, അപ്പം നീയാണ് ആ ക്രെഡിറ്റ് മുഴുവനും മേടിക്കേണ്ടത്. ഇനിയിപ്പോൾ മുത്തശ്ശിനെ മുന്നിലേക്ക് ചെന്ന് കഴിയുന്നത് മുത്തശ്ശിന് ഭയങ്കര ഒരു സന്തോഷവും അതെ, ഭയങ്കര സന്തോഷം. ഇനി MD കസാര ഒന്നും കൂടി അങ്ങോട്ട് ഉറപ്പിച്ചോ നീയാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഓ എൻ്റെ പൊന്ന് ചേട്ടാ, എങ്ങനെയെങ്കിലും MD കസാരയിൽ നിന്ന് ഊരാനാണ് എനിക്കിഷ്ടം. എന്നിട്ട് ആദർശേട്ടൻ തന്നെ ഇരിക്കണം. മനസ്സിലായയുടെ കാര്യങ്ങളൊക്കെ. നീ MD കസാരയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. നിനക്ക് നന്ദുവിനോട് സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നന്ദുവിനോട് സംസാരിക്കാനോ? ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനങ്ങനെ നന്ദുവിനോടൊന്നും സംസാരിക്കാറില്ല, ഞങ്ങൾ കാണാറ് പോലുമില്ല. എടാ, എൻ്റെ മുന്നിലാണ് നീ ഡയലോഗ് വിടുന്നത്. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേര്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നീ MD കസാരയിൽ ഇരുന്നാലും നന്ദുവിനോട് സംസാരിക്കാനുള്ള ടൈമുകളെല്ലാം നീ കണ്ടെത്തുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ നയനയാണെങ്കിൽ അതെ, ആദർശേട്ടൻ പറഞ്ഞ സത്യം തന്നെയാ. നീയേ ഒളിച്ചും പതുങ്ങിയൊക്കെ കാണുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആദർശേട്ടൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? തെളിവെല്ലാം ആദർശേട്ടൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ അന്ന് 3-ാം മാസ ചടങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ണെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പിന്നെ
നയനയും പറയാം. അപ്പം അമ്മ പറഞ്ഞതുപോലെ തന്നെ അടുക്കളയിൽ നീ പതുങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടെന്നാണ് അമ്മ പറയുന്നത്. എൻ്റെ പൊന്നേട്ടത്തി, ഇപ്പം അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പോൾ മൂർത്തീസ് കമ്പനി വീണ്ടും ഉയരങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. AM ജ്വല്ലറി വീണ്ടും താഴ്ന്നു പോയിരിക്കുകയാണ്. എനിക്ക് ആ സമയത്തെ അബിയുടെ മുഖമാണ് ഓർമ്മ വന്നത്. അവൻ ചമ്മി നാറി വല്ലാത്തൊരവസ്ഥയിലായിപ്പോര് ഇത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ പറയണം. ഏതായാലും നീ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോടൊക്കെ കാര്യങ്ങളെല്ലാം പറ. ഇതിനു മുമ്പ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നീയും കൂടി ചെന്ന് പറയാൻ നേരത്തെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നയനയും അതേപോലെ തന്നെ ആദർശും സന്തോഷത്തിൽ മറന്നു നിൽക്കുക. ഈ സമയം തന്നെ ദേവയാനിയും ജയനും അതേപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അനിയെ ഏതായാലും വിജയിച്ചല്ലോ. സന്തോഷമായി. ഏതായാലും നമ്മുടെ വലിയൊരു തകർച്ചയ്ക്ക് വീണ്ടും ഉയർച്ച വന്നിരിക്കുകയാണല്ലോ. ഇത് കേട്ട ജാനകിയാണെങ്കിൽ സത്യം പറയാലോ, ഞാനേ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അനിയ കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനൊരു വിജയം നേടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ജ്വല്ലറിയെ താഴ്ത്തിക്കളഞ്ഞില്ലേ അവൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലും ആദർശം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ആനി നല്ലൊരു അടിപൊളിയായിട്ട് ഒരു വിജയകിരീടം നേടി എന്ന രീതിയിൽ തന്നെ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ദേവയാനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കണ്ടില്ലേ, അനിമോൻ്റെ വരവ് കണ്ടില്ലേ, വിജയത്തിൻ്റെ കിരീടവും ചൂടി വരുന്ന രാജകുമാരനെ പോലെയാണ് അവൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മോനെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ കെട്ടിപ്പിടിക്കുകയാണ്. ദേവയാനി സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി മോനെ. അപ്പോഴേക്കും ജലജ ഇറങ്ങി വരിക. അപ്പോൾ ജലജ ഇറങ്ങി വന്നിട്ട് കൺഗ്രാജുലേഷൻസ് എന്ന് പറയാം, നീ നമ്മുടെ പാരമ്പര്യം കാത്തല്ലോ മോനെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചി ഇത് പറയുന്നുണ്ടെങ്കിലും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് പറയുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യാനാണ്, ഈ പ്രാവശ്യം AM ജ്വല്ലറി തോറ്റ് തുന്നം പാടിപ്പോയില്ലേ. അബി അവിടെ അടുത്ത് കാല് കുത്തിയതും അവർക്ക് മനസ്സിലായി ശരിക്കും അബി ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണെന്ന്. അതുകൊണ്ടാണല്ലോ അവരുടെ കമ്പനി പൊട്ടിപ്പാളീസായി പോയത്. ഇനി അവൻ അവിടെ പിടിച്ചു നിർത്തുമെന്ന് തോന്നുന്നില്ല. അവൻ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നൊക്കെ അനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്കാണെങ്കിൽ ആകെ കാലി വരികയാണ്. അല്ല, മുത്തശ്ശി എവിടെ, ഇവര് ഇതൊക്കെ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും മോനെ. മോനെയും കാത്ത് അവിടെ ഇരിക്കുകയായിരിക്കും. നീ ഏതായാലും അങ്ങോട്ട് ചെല്ല്, അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്ക് എന്ന് പറയുകയാണ്. ശരി എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ മതിമറന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അനിയാണെങ്കിൽ സന്തോഷത്തോടെ ഓടി വരികയാണ്. മുത്തശ്ശി നിങ്ങൾ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയാണ്, ഇല്ലല്ലോ, അറിഞ്ഞില്ലല്ലോ മോനെ. എന്താ മോനെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മുത്തശ്ശ, നമ്മൾ തന്നെ ഡീല് ഉറപ്പിച്ചു മുത്തശ്ശ. ഇത് കേട്ട മുത്തശ്ശൻ മനസ്സിലിങ്ങനെ പറയാണ്, ഇതെല്ലാം ഞാൻ അറിഞ്ഞതാ മോനെ. പക്ഷേ നിന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ നീ സന്തോഷത്തോടെ ആ ഒരു കാര്യം പറയുമല്ലോ, അതൊക്കെയാണ് ഞങ്ങളുടെയും സന്തോഷം. ആണോ മോനെ, അടിപൊളി. നീ അപ്പോൾ MD എന്നുള്ളൊരു ഇത് നീ കാണിച്ചു തന്നു അല്ലേ. ഈ ഒരു ഡീല് നീ അടിപൊളിയായിട്ട് തന്നെ ഉറപ്പിച്ചല്ലേ മോനെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതിന് പിന്നിൽ ആദർശേട്ടന് വേണ്ട, മിണ്ടാതിരിക്കാവോ. നിന്റെ വിജയം എന്തിനാണ് മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കേൾപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ വിജയം നീ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. നീ മൂർത്തീസ് കമ്പനിയുടെ MD കസാലിരിക്കുന്ന MD ആണ്. അപ്പോൾ പിന്നെ നീയല്ലേ അതിൻ്റെ വിജയി. അതല്ല മുത്തശ്ശ, എനിക്കറിയാമല്ലോ സത്യാവസ്ഥ എന്താണെന്ന്. പാവൻ നയനേട്ടത്തി എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാവോ. ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെ രാത്രി മുഴുവൻ ഇരുന്ന് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുകയായിരുന്നു. ഇവരുടെയൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ ഞാൻ ജയിച്ചത്. വേണ്ടാനി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. ആ സ്റ്റാഫുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കമ്പനി വിജയിച്ച് പോകുന്നത്. പക്ഷേ കമ്പനിക്കൊരു വമ്പൻ വിജയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും പറയുന്നത് എന്താണ്, ആ MD വിജയിച്ചു എന്നല്ലേ. അപ്പോൾ പിന്നെ നീ വിജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ആരുടെയും വിജയമൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്നാലും മുത്തശ്ശ, ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണമല്ലോ. ആദർശേട്ടനെ കണ്ടിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വരുന്നത്.
ആദർശേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കേൾക്കേണ്ട അനിമോനെ, നീ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമോ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.